കണ്ണൂരിൽ ശാരദ ടീച്ചറുടെ നവതി ആഘോഷം സുരേഷ് ഗോപി സംസാരിക്കുന്നു. അനുഗ്രഹം വാങ്ങി അതിനുശേഷം ഇങ്ങനെ ഒന്ന് തൊട്ടുരുമി നിൽക്കുന്ന ഈ വേദിയിൽ ഒരുപക്ഷെ അമ്മയുടെ മൂത്ത സന്താനത്തിന്റെ സ്ഥാനമാണ് ഞാൻ ഇങ്ങെടുത്തിരിക്കുന്നത് എന്ന് വേണം അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും. ഈ അമ്മയെ ഞാൻ ഇങ്ങെടുക്കുക എന്ന് പറയാതെ എടുത്ത ഒരു മകനാണ് ഞാൻ. അത് കൃഷ്ണകുമാറിന്റെ സഹോദരങ്ങളുമെല്ലാം അംഗീകരിച്ച കാര്യവുമാണ്. അതെനിക്ക് രാഷ്ട്രീയം ഉണ്ടാകുന്ന കാലഘട്ടത്തിനൊക്കെ മുമ്പേ 92 മുതലാണ് സഖാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. ഞാനിപ്പോ ഓർക്കുന്നു, സഖാവ് ഉണ്ണികൃഷ്ണൻ പേര് വിളിച്ച് അല്ലെ വെറ്റില വെച്ച് പേര് വിളിച്ചായിരുന്നു? ഇല്ല, പാലക്കാട്. പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം KHRWSന്റെ പേവാർഡിൽ അവിടെ തിരുവനന്തപുരത്ത് അതിതീവ്രമായ ചുമ ബാധിച്ച് കിടക്കുന്ന സമയത്ത് ലീഡർ പറഞ്ഞറിഞ്ഞാണ് ഞാൻ അവിടെ എത്തുന്നത്. എത്തിയപ്പോ അന്ന് അമ്മയുണ്ട് അടുത്ത്. അദ്ദേഹം ജയിൽവാസ കാലത്ത് എങ്ങനെയാണ് മഹാഭാരതം വായിച്ചത്, യുദ്ധത്തിലെ ചതിയും ചതിക്കുഴിയും അതിന്റെ അവലോകനമെല്ലാം കുറെ നേരം എടുത്ത് സംസാരിക്കും, ചുമയ്ക്കും. അപ്പൊ അമ്മ പറയും, ഇനി അധികം വർത്താനം പറയണ്ട, സുരേഷ് വർത്താനം പറഞ്ഞോട്ടെ, വർത്താനം പറയാൻ സമ്മതിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാദോരാതെ പറഞ്ഞ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കൃഷ്ണനെ ഒരുപാട് കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ കൃഷ്ണൻ ഉണ്ടല്ലോടോ, ഓനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ കള്ളൻ, ആ കൗരവന്മാർക്കെല്ലാം ആയിട്ട് പണി കൊടുത്ത ഒരു പെരും കള്ളനാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അങ്ങ് സഖാവ് കൃഷ്ണകുമാറിന്റെ കുഞ്ഞിന് അരയിൽ നൂല് കെട്ടിക്കൊടുക്കുന്ന ചടങ്ങിന്റെ ഫോട്ടോ ഞാൻ കണ്ടല്ലോ, വിനോദിന്റെ. എനിക്കന്ന് തെറ്റിയതാ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് കണ്ണു നിറഞ്ഞ സഖാവിനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരുടെയും മുന്നിൽ കണ്ണു നിറയുന്ന ആളല്ല, അല്ലേ? നല്ല കരുത്തൻ. അന്നേരം ഈ അനിയത്തിനെ കുറിച്ച് പറയില്ല. അന്നേരം പറഞ്ഞ ശാരദയോട് ചോദിച്ചാൽ മതി. ഭയങ്കര വലിയൊരു രാഷ്ട്രീയക്കാരുടെ മനസ്സാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സഖാവിന് ആ അനിയത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് ഒളിവിൽ കഴിയുന്ന സമയത്താണ് അഞ്ചത്തിന്റെ കല്യാണം കഴിയുന്നതും മരിക്കുന്നതും എല്ലാം. അത് അറിയുന്നത് എത്രയോ കഴിഞ്ഞ ശേഷം. അപ്പൊ ആ ഒരു മനസ്സിൽ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വരെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയത്തിന് അതീതമാണ്. ഞാനിപ്പോ എൻ്റെ അടുത്ത് സുരേഷ് ഗോപി നിൽക്കുന്നത്, രാഷ്ട്രീയം നിങ്ങൾ അതിൽ കാണാനേ പാടില്ല. ഞങ്ങൾ സ്നേഹം, അതാണ്. ഞാൻ എല്ലാ രാഷ്ട്രീയക്കാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ ഞാൻ ഇപ്പം നിങ്ങളെ മുമ്പിൽ പറയുന്നത്, ഞാൻ എല്ലാവരെയും ഒരേപോലെയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ല, ഞാൻ കുട്ടികളെ സ്നേഹിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയില്ല ഞാൻ നായനാറ ഭാര്യയാണ്, വലിയ കമ്മ്യൂണിസ്റ്റുകാരിയാണ്. അത് മാത്രമേ ഞാൻ എനിക്ക് സ്നേഹിക്കുന്ന ഒരു മനസ്സെന്റെ ഹൃദയത്തിന് എപ്പോഴും ഉണ്ട്. എല്ലാവരും സ്നേഹിക്കാം. ഞാനിപ്പോ കല്യാശ്ശേരി എൻ്റെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, ഒറ്റക്ക് താമസിക്കുന്നത്. നോക്കാൻ കൂടെ ആളുണ്ടെങ്കിലും ഞാൻ അധികം ഒറ്റക്കല്ല. എൻ്റെ കൂടെ എൻ്റെ പ്രീത നേരത്തെ പറഞ്ഞു, അത് പ്രീത വന്ന് രാവിലെ ഉച്ചക്കിൻ്റെ എല്ലാം അന്വേഷിക്കുന്നത്. എങ്കിലും കൂടി എനിക്ക് എൻ്റെ നാട്ടുകാർ എൻ്റെ നാട്ടുകാർ എന്നെ എന്നും സ്നേഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടുണ്ട്. അവർ ഓരോരാളെ എൻ്റെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുന്നതും എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് തരുന്നതും എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞാൽ മതി, അവർ എനിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരുന്നുണ്ട്. അത് ഞാനിപ്പോ നിങ്ങളെല്ലാം വിചാരിക്കും ഇതെന്താ വരുത്തി സുരേഷ് ഗോപിന്റെ അടുത്ത് ഇങ്ങനെ വർത്താനം. ഞാൻ സുരേഷ് ഗോപിയല്ല, ഇനിയിപ്പോ വേറൊരു ഗോപിയായാലും ഞാൻ ഇതേപോലെ തന്നെ സംസാരിക്കും. എന്നെ ആരോ സ്നേഹിക്കുന്നു, ഞാൻ അവരെ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എന്നെ സ്നേഹിച്ചിട്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കും. അതാണ് എൻ്റെ ഒരു മനസ്സിപ്പോഴും അതാണ്. അത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അന്ന് സഖാവിന്റെ കണ്ണുകളിൽ കണ്ട കണ്ണീരെന്ന് പറയുന്നത്
ഒരു മുത്തശ്ശൻ എന്ന നിലയ്ക്ക്, ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ കാർന്നവരെന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ നിഷ്കർഷതകൾ കുടുംബത്തിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് യോഗ്യതയല്ലത്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ മനസ്സന്തോഷത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു സഖാവിനെയും എനിക്കറിയാം.